പേട്രിയറ്റിന്റെ ട്രെയിലർ ഇന്നലെ റിലീസായി. ഒരു മലയാള സിനിമയുടെ ട്രെയിലറിന് ലഭിക്കാവുന്ന വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. ട്രെയിലർ കേരളത്തിലെ 2 ബ്രഹ്മാണ്ഡ തിയേറ്ററുകളിൽ റിലീസായി. മാത്രവുമല്ല, ആ ട്രെയിലർ കാണാൻ സാക്ഷാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തി എന്നുള്ളതാണ്. അതും 2 തിയേറ്ററുകളിലായിട്ട്. മോഹൻലാലും മമ്മൂട്ടിയും മാത്രമല്ല, കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളും എത്തിയിരുന്നു ട്രെയിലർ കാണാൻ. ഏതായാലും മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ കമ്പനി ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഹൈപ്പിനോട് ട്രെയിലർ നീതി പുലർത്തിയില്ല എന്ന് തന്നെ പറയാം. മുൻപ് ഇറങ്ങിയ ടീസറിനേക്കാൾ കുറച്ച് ഭേദമാണ് എന്ന് മാത്രമാണ് ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. ലാലേട്ടനും മമ്മൂക്കയും ഫഹദും ചാക്കോച്ചനും നയൻതാരയും ഒക്കെ അടങ്ങിയ ഒരു ട്രെയിലർ, 3.5 മിനിറ്റോളമുള്ള ട്രെയിലർ ശരിക്കും പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തരുന്നില്ല. സിനിമ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറുമല്ല. മഹേഷ് നാരായൺ ചിത്രം ആയതുകൊണ്ട് തന്നെ കണ്ടന്റ് ഡ്രിവൺ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലായിരിക്കും. ട്രെയിലറിന്റെ ഒരു ഗ്രാഫും ഗ്രോത്തും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. നയൻതാരയിലൂടെയാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. മമ്മൂക്കയ്ക്ക് വയ്യ എന്നൊരു ഫീൽ ആയിരുന്നു ട്രെയിലറിൽ ഉടനീളമുള്ളത്. ലാലേട്ടന് മാത്രമാണ് പ്രോപ്പർ ഒരു ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പോർഷൻ വരുമ്പോൾ മാത്രമാണ് ട്രെയിലർ ഒന്ന് ജീവൻ വെക്കുന്നത്. ഫഹദ് ഫാസിൽ നെഗറ്റീവ് റോളിലാണെന്നുള്ള സൂചന ട്രെയിലർ തന്നെ നൽകുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന് ട്രെയിലറിൽ പ്രത്യേകിച്ച് ഒരു സ്പേസ് ഒന്നും കൊടുത്തിട്ടുമില്ല. ട്രെയിലർ സൂചിപ്പിക്കുന്നത് കുറച്ച് സ്പൈ പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രമായി മമ്മൂക്ക എത്തുന്നു. മമ്മൂക്കയെ സഹായിക്കുന്ന ഒരു കഥാപാത്രമായി ലാലേട്ടനും എത്തുന്നു എന്നുള്ളതാണ് സൂചന. നിലവിൽ ട്രെയിലറിന് വന്നിരിക്കുന്ന റെസ്പോൺസ് ഒന്നും അത്ര ശുഭകരമല്ല. ഏതായാലും സിനിമയെക്കുറിച്ചുള്ള ഹൈപ്പ് കാര്യമായി വർദ്ധിപ്പിക്കാനൊന്നും ട്രെയിലറിന് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും ടീസറിനേക്കാൾ ബെറ്റർ ആണ് ട്രെയിലർ എന്ന് പറയാം. നിലവിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം പാട്രിയറ്റ് സിനിമയുടെ കണ്ടന്റ് റിലീസായി കഴിഞ്ഞു. 3.5 മിനിറ്റുള്ള ട്രെയിലറും 1.5 മിനിറ്റുള്ള ടീസറും 5 മിനിറ്റോളമുള്ള ഒരു പാട്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ഇതൊന്നും പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയായിട്ട് പോലും കാര്യമായിട്ടുള്ള ഒരു ഹൈപ്പും സിനിമയ്ക്ക് വന്നിട്ടില്ല. ഏതായാലും സിനിമ നന്നാവട്ടെ. ട്രെയിലറും ടീസറും ഒക്കെ നൽകിയ നിരാശ സിനിമ മാറ്റട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.